നമുക്ക് ചെയ്തിരിക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദീനും ഈമാനും. മരിക്കുന്നവരെ ദീനനുസരിച്ച് ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെ സൃഷ്ടാവായ പരിപാലകനായ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി നൽകിയിരിക്കുന്ന മഹത്തായ നിഅമത്താണ് ദീൻ. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യരെന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും, ആരും അതിൽ നിന്ന് ഒഴിവല്ല. മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും, കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ, ഇനി എത്ര മനുഷ്യർ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നുണ്ടോ, ഈ മുഴുവൻ മനുഷ്യരാശിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് ദീനാണ്. ഈ മുഴുവൻ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം, മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, ഒരു മനുഷ്യനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തും നാളെ പരലോകത്തും പരിപൂർണമായ വിജയം നേടുന്നവരായി തീരുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ക്ഷണമുണ്ട്. ഒരു ദിവസത്തിൽ 5 തവണ ഹയ്യ അലൽ ഫലാഹ്, പരിപൂർണ വിജയത്തിലേക്ക് വരുവീൻ, പരിപൂർണ വിജയത്തിലേക്ക് തയ്യാറെടുത്തുകൊള്ളുവീൻ, പരിപൂർണ വിജയത്തിനു വേണ്ടി ഉത്സാഹിക്കുവീൻ. അള്ളാഹുവിന്റെ ക്ഷണമാണ്. സഹോദരന്മാരെ, അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മനുഷ്യരാശിക്ക് ജീവിക്കുവാൻ വേണ്ടി നൽകിയ ഒരു ജീവിത പദ്ധതിയാണ് ദീൻ, ഒരു ജീവിത ക്രമമാണ് ദീൻ. മനുഷ്യരിൽ ആര് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ക്ലിപ്തമാക്കപ്പെട്ടിരിക്കുന്ന ഈ ജീവിത പദ്ധതി അനുസരിച്ച് ജീവിക്കുമോ, അവർ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കാലാകാലത്തേക്ക് വിജയികളായിത്തീരും. അല്ലാഹ് എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ, അതായത് മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ജീവിത ക്രമത്തിൽ, ജീവിത പദ്ധതിയിൽ, ജീവിത രീതിയിൽ ധാരാളം അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെന്താണെന്നറിയാമോ? ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെ സൃഷ്ടാവ് ഒന്നാണ്. മഹാന്മാരെ ഉലമാക്കൾ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഈ ദീനിൽ വളരെ അടിസ്ഥാനപരമായ, ഈ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദകളിൽ, ഈ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, മുഴുവൻ സൃഷ്ടികളുടെയും സൃഷ്ടാവ് ഒന്നാണ്. മുഴുവൻ സൃഷ്ടികൾ, അതിൽപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി മനുഷ്യൻ. ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ,
കിഴക്ക് ജീവിക്കുന്നവർ, വടക്ക് ജീവിക്കുന്നവർ, തെക്ക് ജീവിക്കുന്നവർ, പടിഞ്ഞാറ് ജീവിക്കുന്നവർ, കറുത്തവർ, വെളുത്തവർ, അറബി പറയുന്നവർ, അറബി അല്ലാത്ത ഭാഷ പറയുന്നവർ, ഏത് നിലയിലുള്ള മനുഷ്യരായിരുന്നാലും ശരി, ഈ മനുഷ്യർക്ക് എല്ലാവർക്കും രണ്ട് വിഷയങ്ങളിൽ ഐക്യമുണ്ട്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തഅലീമാണ്. ഒന്ന്, മുഴുവൻ മനുഷ്യരുടെ സൃഷ്ടാവ് ഒന്ന്. നമ്മളെല്ലാവരും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. നമ്മളെല്ലാവരും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. കറുത്തവരെ സൃഷ്ടിച്ചവർ വേറെ ഒരു സൃഷ്ടാവല്ല. വെളുത്ത മനുഷ്യരെ സൃഷ്ടിച്ചത് വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടാവല്ല. മനുഷ്യർ എല്ലാവരും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ. നമ്മളുടെ ഖാലിഖ് ഒന്ന്, നമ്മളുടെ സൃഷ്ടാവ് ഒന്ന്. ഈ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അല്ലാഹ് സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിപ്പിൽ നമ്മൾക്ക് എല്ലാവർക്കും ഐക്യമുണ്ട്. പിന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് വെളുത്തവരെ പരിപാലിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു, കറുത്തവരെ പരിപാലിക്കാൻ വേണ്ടി വേറെ ആരെയോ ഏൽപ്പിച്ചു, പാശ്ചാത്യരെ പരിപാലിക്കാൻ വേണ്ടി വേറെ ആരെയോ ഏൽപ്പിച്ചു, പാശ്ചാത്യ പൗരസ്ഥരെ പരിപാലിക്കാൻ വേണ്ടി വേറെ ആരെയോ ഏൽപ്പിച്ചു. ഇങ്ങനെയില്ല. എല്ലാവരെയും സൃഷ്ടിച്ചവൻ ഒരൊറ്റ അല്ലാഹ്, ഒരൊറ്റ സൃഷ്ടാവ്. ഇതേപോലെ തന്നെ ഈ സൃഷ്ടികളെ എല്ലാ സൃഷ്ടികളായി മുഴുവൻ അവന്റെ സൃഷ്ടികളായ മനുഷ്യരെയും പരിപാലിക്കുന്നവൻ ഒരൊറ്റ അല്ലാഹ് തന്നെയാണ്. എല്ലാവരുടെയും പരിപാലകൻ ഒന്ന്, എല്ലാവരുടെയും റബ്ബ് ഒന്ന്. പല റബ്ബുകളില്ല. വെളുത്തവന്റെ റബ്ബും അല്ലാഹ് തന്നെ, കറുത്തവന്റെ റബ്ബും അല്ലാഹ് തന്നെ. എല്ലാവരുടെയും സംരക്ഷകൻ ഒന്ന് തന്നെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: മുഴുവൻ മനുഷ്യരും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. ആർക്കും ആരെക്കാളും ഈ സൃഷ്ടിപ്പിൽ പ്രത്യേകതയൊന്നും പറയാനില്ല. ഫിറഔനെ സൃഷ്ടിച്ചതും ആരാണ് പറയും? മൂസാ നബിയെ സൃഷ്ടിച്ചതും അതേ അല്ലാഹ് തന്നെ. അബൂജഹലിനെ സൃഷ്ടിച്ചതും അതേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചതും ആരാണ്? അതേ അല്ലാഹ്. രണ്ടാമത്തെ അടിസ്ഥാനപരമായ പ്രമാണം, നമ്മളെല്ലാവരും ഒരൊറ്റ വാപ്പാടെ മക്കളാണ്. ഒരൊറ്റ വാപ്പാടെ മക്കൾ. ഇന്ന് നമ്മൾ പല പേരുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാവാം, പക്ഷേ നമ്മളെല്ലാവരും ഒരൊറ്റ പിതാവിന്റെ മക്കളാണ്. ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ. ഇതുപോലെ തന്നെ ഒരു പിതാവിന്റെ ഒരൊറ്റ പിതാവിന്റെ മക്കൾ. നമ്മളുടെ എല്ലാവരുടെയും ഉപ്പ ഒന്ന്, നമ്മളുടെ എല്ലാവരുടെയും വാപ്പ ഒന്ന്, നമ്മളുടെ എല്ലാവരുടെയും പിതാവ് ഒന്ന്. നമുക്ക് പല പിതാക്കന്മാരില്ല. നമ്മൾ പല മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ്. മുഴുവൻ മനുഷ്യരാശി സഹോദരങ്ങളാണ്. മുഴുവൻ മനുഷ്യരാശി സഹോദരങ്ങളാണ് നമ്മൾ. എല്ലാവരും ഒരൊറ്റ വാപ്പാടെ മക്കൾ, ഒരൊറ്റ പിതാവിന്റെ മക്കൾ. അമേരിക്കയിൽ ജീവിക്കുന്നവരും, സൗദി അറേബ്യയിൽ ജീവിക്കുന്നവരും, ഇന്ത്യയിൽ ജീവിക്കുന്നവരും, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവരും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരും, ലോകത്തിന്റെ ഏത് ഭൂഖണ്ഡത്തിൽ ആയിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സംസ്ഥാനത്തിലായിരുന്നാലും, ഗ്രാമവാസിയായിരുന്നാലും പട്ടണവാസിയായിരുന്നാലും, കറുത്തവനായിരുന്നാലും വെളുത്തവനായിരുന്നാലും, സമ്പന്നനായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും, അറിവ് കൂടിയവനായിരുന്നാലും അറിവ് കുറഞ്ഞു പോയവനായിരുന്നാലും, മനുഷ്യ വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും കൊള്ളാം, ഇവരെല്ലാവരും കൂടി ഒരൊറ്റ വാപ്പാടെ മക്കളാണ്. അതും എങ്ങനത്തെ വാപ്പ? നബിയായ വാപ്പ. എങ്ങനത്തെ വാപ്പ? ഈ ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യർ ഒരു നബിയുടെ മക്കളാണ്. ആരുടെ മക്കളാണ്? ഒരു നബിയുടെ മക്കളാണ്. ഒരു പുണ്യവാളൻ, ഒരു പരിശുദ്ധൻ, ഒരു പവിത്രൻ, ഒരു പരിപൂർണൻ ആയ പിതാവിന്റെ നല്ല മക്കൾ.
ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരാശി. ഈ രണ്ട് കാര്യത്തിൽ നമ്മൾക്ക് വലിയ ഐക്യമുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികൾ, പിന്നെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒരു പിതാവിന്റെ മക്കൾ, ഒരൊറ്റ പിതാവിന്റെ മക്കൾ. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖിനെ തെരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിയുടെ മക്കളുടെ മേൽ അവൻ അയച്ച, അവൻ നിയോഗിച്ച, അവൻ പ്രത്യേക ബഹുമാനം നൽകി സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയായി അള്ളാഹു തആല സൃഷ്ടിച്ച ഈ മുഴുവൻ ഈ മനുഷ്യ കുലത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട്. വലിയ ബഹുമാനം, വലിയ ബഹുമാനം. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, വലഖദ് കറംനാ ബനി ആദം, നിശ്ചയമായും നാം, അള്ളാഹ് പറയാണ്, നിശ്ചയമായും നാം ആദമിന്റെ എല്ലാ ഓരോ മകനെയും മകളെയും വല്ലാതെ ബഹുമാനിച്ചിരിക്കുകയാണ്. കറംന, അതീവ ബഹുമാനം നൽകിയിരിക്കുകയാണ്, വലിയ ബഹുമാനം നൽകിയിരിക്കുകയാണ്. നാം ബഹുമാനിച്ചിരിക്കുകയാണ് ആദമിന്റെ സന്തതികളെ, ആദമിന്റെ മക്കളെ. ആദം ബഹുമാന്യൻ, അതുകൊണ്ട് ആദമിന്റെ മക്കളും പറയും, ആദമിന്റെ മക്കളും ബഹുമാന്യർ, അങ്ങേ അറ്റം ബഹുമാനമുള്ളവർ. ഇതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവൻ ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടി നിന്ദ്യപ്പെടുത്തുന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. അവൻ ബഹുമാനിച്ചു, അള്ളാഹ് ബഹുമാനിച്ചിരിക്കുകയാണ് ആദമിന്റെ മകനെ. ആദമിന്റെ മകന് ബഹുമാനമുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും. ഇനി ഈ അള്ളാഹ് ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ നിന്ദ്യനാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്താർക്കും അനുവാദം നൽകിയിട്ടില്ല. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തെരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞൊരു ദിവസം വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ, യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ, യൗമുൽ ജസാ. ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരാശിയെ ഒരുമിച്ച് കൂട്ടും. ഈ ആദമിന്റെ മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടും. ഒരാള് വിട്ടുപോവില്ല, ഒരാളെ വിടൂല. ആദമും അലൈഹിസ്സലാത്തു വസ്സലാം, ആദമിന്റെ കുട്ടികളുടെ ഉമ്മായ ഹവ്വാ ബീവിയും മുഴുവൻ അവരുടെ മക്കളെ കാണും. ഉമ്മായും വാപ്പായും കാണും അവരുടെ മുഴുവൻ കുലത്തിനെ, അവരുടെ മുഴുവൻ തലമുറയെ. കറുത്തവർ, വെളുത്തവർ, മഞ്ഞ നിറം കൂടുതലുള്ളവർ, ചുമന്ന നിറം കൂടുതലുള്ളവർ, തലയിൽ മുടി കൂടുതലുള്ളവർ, തലയിൽ മുടി കുറഞ്ഞു പോയവർ, പൊക്കം കുറഞ്ഞവർ, പൊക്കം കൂടിയവർ, മനുഷ്യരാശി മുഴുവൻ ഉണ്ടാവും. മുഴുവൻ മനുഷ്യരാശി. ഈ മുഴുവൻ മനുഷ്യരാശിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുക്കും. തീരുമാനത്തിന്റെ ദിവസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പരിശുദ്ധമായ പവിത്രമായ ജീവിത രീതിയായ ദീൻ അനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏക മാർഗമായ, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട, അള്ളാഹ് നിശ്ചയിച്ച ജീവിത പദ്ധതി അനുസരിച്ച് ജീവിച്ച മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം തീരുമാനിക്കും. വിജയം തീരുമാനിക്കും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് നിഷേധം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ച മനുഷ്യരെ, പാപികളെ, തിന്മ ചെയ്തവരെ, കുറ്റക്കാരെ. ആരാണ് കുറ്റക്കാർ? ആരാണ് കുറ്റക്കാർ? സൃഷ്ടാവായ, സംരക്ഷകനായ, പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജീവിത പദ്ധതിയെ നിഷേധിച്ചവർ. അവർ വെളുത്തവരായിരുന്നാലും ശരി, അവർ കറുത്തവരായിരുന്നാലും ശരി, കാലാകാലത്തേക്കുള്ള നഷ്ടത്തിലേക്ക് പോകും. അള്ളാഹ് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചു. എല്ലാ കാലഘട്ടത്തിലും നബിമാരെ അയച്ചു. നബിമാരെ അയച്ചുകൊണ്ടേയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല.
ഒരു ഗ്രാമത്തിലേക്ക് ഒരു നബി, ഒരു പട്ടണത്തിലേക്ക് ഒരു നബി, ഒരു നാട്ടിലേക്ക് ഒരു നബി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ദീനിന്റെ പരിശ്രമം ചെയ്തു. മനുഷ്യരിൽ കുറച്ചുപേര് ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി. ബഹുഭൂരിപക്ഷം മനുഷ്യരും ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് ദീനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക രക്ഷ നൽകി, അവരെ സംരക്ഷിച്ചു, അവരെ സഹായിച്ചു. ബാക്കി ദീനനുസരിച്ച് ജീവിക്കാത്ത മുഴുവൻ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ പ്രളയം, വെള്ളപ്പൊക്കം. പ്രസിദ്ധമായ ആദ്യ കാലഘട്ടത്തിലെ ഒരു വലിയ മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രളയത്തിന് മുമ്പ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ പ്രളയത്തിന് ശേഷം ഉള്ള കാലഘട്ടം. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പെരുമാറാകട്ടെ. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രത്യേകതകൾ മറ്റ് സൃഷ്ടികളിൽ നിന്നും വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനെ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം എടുക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിനെ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഉപയോഗിച്ചവർ, ഈ സ്വാതന്ത്ര്യത്തിനെ അള്ളാഹ് നിരോധിച്ച വഴിയിൽ ജീവിക്കാൻ ഉപയോഗിച്ചവർ. എന്താണ് മനുഷ്യനുള്ള സ്വാതന്ത്ര്യം? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അല്ലാഹു തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞു, മനുഷ്യന് സ്വാതന്ത്ര്യമാണ്. ആർക്ക് വിശ്വസിക്കണമെന്ന് തോന്നുന്നുവോ അവൻ വിശ്വസിച്ചാൽ മതി. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ നബിമാർ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആരെയും നിർബന്ധിക്കപ്പെടുകയില്ല, ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയില്ല, ആരെയും പിടിച്ചുകെട്ടി വിശ്വസിപ്പിക്കുകയില്ല, ആരുടെ മേൽ നിർബന്ധം ചെലുത്തപ്പെടുകയില്ല. അല്ലാഹു തആല ചോദിക്കുകയാണ്, അനുൽസിമുക്കുമൂഹ അനുൽസിമുക്കുമൂഹ വഅൻതും ലഹാ കാരിഹൂൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മേൽ ഞാൻ അടിച്ചേൽപ്പിക്കുമെന്ന്, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുമെന്ന്? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞാൻ അയച്ച നബിമാരോടും ഞാൻ അവർ വഴി നിങ്ങൾക്ക് അയച്ചു തന്ന പരിശുദ്ധമായ ജീവിത പദ്ധതിയോടും നിങ്ങൾക്ക് പ്രതികൂലമാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ, നിങ്ങൾക്ക് വെറുപ്പാണ് തോന്നുന്നതെങ്കിൽ, ആ വെറുപ്പോടുകൂടി നിങ്ങളുടെ തലയിൽ ഞാൻ ദീനിനെ അടിച്ചേൽപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ബൈ ചോയ്സ് 100% സ്വാതന്ത്ര്യത്തോടുകൂടി അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള സന്ദർഭമാണ് ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആര് വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നോ അവന് വിശ്വസിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ. ആര് നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നോ അവന് നിഷേധിക്കാം. പൊടുന്നനവെ ഈ ദുനിയാവിൽ ഒന്നും സംഭവിക്കൂല. വിശ്വസിച്ചവന്റെ മേൽ സ്വർഗത്തിൽ നിന്നും ഒന്നും വന്ന് ഇറങ്ങൂല ഈ ലോകത്ത് പെട്ടെന്ന്. വിശ്വസിക്കാത്തവന്റെ പേരിൽ, നിഷേധിച്ചവന്റെ പേരിൽ, അനുസരണക്കേട് കാണിച്ചവന്റെ മേൽ പെട്ടെന്നൊന്നും നരകത്തിൽ നിന്നും ഒന്ന് വന്ന് ഈ ദുനിയാവിൽ പതിക്കാനും പോകുന്നില്ല. ഈ ദുനിയാവ് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇത് അധ്വാനിക്കാനുള്ള സ്ഥലമാണ്. ഇത് പരിശ്രമിക്കാനുള്ള സ്ഥലമാണ്. ഇവിടുത്തെ അധ്വാനം, ഇവിടുത്തെ പരിശ്രമം, ഈ പരിശ്രമവേള, ഈ സന്ദർഭം, ഇതിനെ ആര് അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയവിയായ ജീവിതത്തിനെയും വളരെ ആശ്വാസത്തിന്റെയും സ്വസ്ഥതയുടെയും ജീവിതമാക്കി കൊടുക്കും. മരണശേഷമുള്ള കാലാകാലത്തേക്ക് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം, ആ ജീവിതത്തിന് അവൻ ഏറ്റവും സന്തോഷകരമാക്കി കൊടുക്കും. അല്ലാഹ് എന്നെയും നിങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആര് ദീനനുസരിച്ച് ജീവിക്കില്ലയോ സഹോദരന്മാരെ, ഒരു കാര്യം അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പെരുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യർ ദീനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ, ദീനനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ശിക്ഷയും ഈ ദുനിയാവിലും ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. ജനന മരണ രജിസ്റ്ററിൽ മതം ഇസ്ലാം, റിലിജൻ ഇസ്ലാം എന്നെഴുതിയത് കൊണ്ട് മാത്രം യാതൊരു പ്രത്യേകതയും സംഭവിക്കാൻ പോകുന്നില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ 1, 2, 3, 4, 5, 6 സ്ഥലങ്ങളിലല്ല, നൂറ്റിക്കണക്കിന് സ്ഥലങ്ങളിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നബിമാരുടെ മക്കൾ, നബിമാരുടെ കുടുംബത്തിലെ തലമുറകൾ, ദീൻ അനുസരിച്ച് ജീവിച്ചിരുന്നവർ, മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൈ കൊടുത്ത് ഇസ്ലാം സ്വീകരിച്ച് കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനീങ്ങളായി. ഖാലത്തിൽ അഅറാബു ആമന്ന, ഇപ്പോൾ വന്ന് ദീനിൽ പ്രവേശിക്കുകയും ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുകയും ചെയ്ത ഷഹാദത്ത് കലിമ നബിതങ്ങളുടെ മുമ്പിൽ ചൊല്ലിയ മുസ്ലിമീങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനീങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുവീൻ ഇവരോട്, ലം തുഅ്മിനൂ, നിങ്ങൾ ഇതുവരെ മുഅ്മിനീങ്ങളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഇവർ പറയട്ടെ, ഇവരോട് പറയും നബിയെ, അവർ പറയട്ടെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി. സഹോദരന്മാരെ, അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിൽ പ്രവേശിക്കുക. മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, പരലോകത്തിനെ പറ്റിയുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അതാണ് മുഅ്മിനാകുക. ഒരു കാര്യം അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം, വളരെ എളുപ്പത്തിൽ. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. ഖുർആൻ ഷരീഫിൽ എവിടെയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടേ ഇല്ല. ഒരു സ്ഥലത്ത് പോലും ഇല്ല. ഇന്നല്ലാഹ മഅൽ മുസ്ലിമീൻ, അങ്ങനെ ഒരു ആയത്തില്ല. നിശ്ചയമായും അള്ളാഹ് മുസ്ലിമീങ്ങളുടെ കൂടെയാണ്, അങ്ങനെ ഒരു ആയത്തില്ല. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ജനന മരണ രജിസ്റ്ററിൽ മതം എന്തായി എഴുതിയ ആള്? ഇസ്ലാം എന്ന് എഴുതിയ ആള്. ഒരു മുസ്ലിമിന്റെ മകൻ മുസ്ലിമാണ്. ഒരു മുസ്ലിം സ്ത്രീയുടെ മകൻ മുസ്ലിമാണ്. ഒരു മുസ്ലിം പുരുഷന്റെ മകൻ മുസ്ലിമാണ്. വെറും പേര് മുസ്ലിം ആയതുകൊണ്ട്, വാപ്പ മുസ്ലിം ആയതുകൊണ്ട്, ഉമ്മ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഈ ദുനിയാവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സഹായവും അവന് ലഭിക്കാൻ അവൻ അർഹനാകുന്നില്ല. നാളെ മഹ്ശറയിലും ഖിയാമത്ത് നാളിലും പരലോകത്തിലും അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു നിഅമത്തും, അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനവും പൂർത്തിയാക്കപ്പെടാൻ അവൻ അർഹനാകുന്നില്ല. വെറും മുസ്ലിം എന്നുള്ള പേര് കിട്ടിയത് കൊണ്ട് മാത്രം. പിന്നെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടാൻ അർഹനാകണമെങ്കിൽ അവൻ മുഅ്മിനാകണം. ആരാകണം? മുഅ്മിനാകണം. അതുകൊണ്ടാണ് ഇപ്പം വന്ന് ഇസ്ലാമിൽ പ്രവേശിച്ചവർ ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പറഞ്ഞു നബികളോട്, നബിയെ ഇവരോട് പറയും, ആയിട്ടില്ല. ഖുൽ ലം തുഅ്മിനൂ, ഇല്ല, നിങ്ങൾ ശരിയായ നിലയിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ സംരക്ഷ, അല്ലാഹുവിന്റെ അനുഗ്രഹം, അല്ലാഹ് ആരുടെ കൂടെയാണ്? അല്ലാഹ് മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. ആരുടെ കൂടെയാണ്? ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഖുർആൻ ഷരീഫിൽ ഉടനീളമുണ്ട് അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ. അല്ലാഹ് മുഅ്മിനീങ്ങളുടെ കൂടെയാണ്, അല്ലാഹ് മുത്തഖീങ്ങളുടെ കൂടെയാണ്, അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കുന്ന മുഹ്സിനീങ്ങളുടെ കൂടെയാണ്. അല്ലാഹ് എപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പനകൾ അടിയുറച്ചു നിൽക്കുകയും ഏത് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിലും അല്ലാഹ് നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന സബറുള്ളവരുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅൽ മുസ്ലിമീനില്ല, നിശ്ചയമായും അല്ലാഹ് മുസ്ലിമീങ്ങളുടെ കൂടെ ഉണ്ടെന്നില്ല. ഇന്ന് എനിക്കും നിങ്ങൾക്കും ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ശൈത്താന്റെ ഭാഗത്തു നിന്നൊരു തെറ്റിദ്ധാരണയുണ്ട്.
നമ്മൾക്ക് മുസ്ലിം എന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാന്റെ ആൾക്കാരായി എന്ന്, നമ്മൾക്ക് അള്ളാന്റെ സഹായം ഉറപ്പായി എന്ന് ഒരിക്കലുമില്ല സഹോദരന്മാരെ, ഒരിക്കലുമില്ല. ഈ തെറ്റിദ്ധാരണ കൊണ്ട് തന്നെയാണ് ദീനിന്റെ പേരിൽ നിങ്ങളിപ്പോൾ ഈ സമ്മേളനത്തിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചങ്ങനാശ്ശേരിക്കാരെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവരുടെ മേൽ അല്ലാഹു വലിയ റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും വലിയ മഴയെ വർഷിപ്പിക്കുമാറാകട്ടെ. ഇവരുടെ തലമുറകളിൽ, കുടുംബങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ദീനിന്റെ ദായികളെ ഈ നാട്ടുകാരിൽ അല്ലാഹു തആല ധാരാളം ഇവരുടെ തലമുറകളിൽ തയ്യാറാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ സന്ദർഭത്തിൽ, ഈ വർഷത്തിൽ വലിയ സൗഭാഗ്യം നൽകി ഈ നാട്ടുകാർക്ക്, ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ചും ഈ കോട്ടയം ജില്ലക്കാർക്കും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടായി. ജില്ലയിൽ മുഴുവൻ ഒരു പരിശ്രമം നടത്തും. മുസ്ലിമീങ്ങളെ പോയി കണ്ടു. ഓരോ മുസൽമാനും മറ്റൊരു മുസൽമാനെ പോയി കണ്ടിട്ട് എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, പലപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിമീങ്ങളെ പോയി കാണുന്നത്? നിങ്ങൾ എന്തിനാണ് മുസ്ലിമീങ്ങളെ പോയി കാണുന്നത്? നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കാണാൻ വരുന്നത്? സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അവർ സഹാബാക്കളെ വിളിച്ചു, വരി, നമുക്ക് കുറച്ചു നേരം ഇരിക്കാം, നമുക്കൊന്ന് മുഅ്മിനാകാം. സഹാബാക്കൾ പരസ്പരം പറയുമായിരുന്നു, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅ, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅ, കുറച്ചു നേരം ഒന്ന് ഇരിക്കും, നമുക്കൊന്ന് മുഅ്മിനാകാം, നമുക്കൊന്ന് ഈമാൻ പുതുക്കാം, നമുക്കൊന്ന് ഈമാനിന് ശക്തി പകരാം, നമുക്കൊന്ന് നമ്മളുടെ ഈമാനിനെ ഒന്ന് വർദ്ധിപ്പിക്കാം. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. സഹോദരന്മാരെ, ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ശൈത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ദീനുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഈമാൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാന്റെ സഹായം ഉറപ്പായി പോയി, ഇനി ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പേര് മുസ്ലിം എന്നല്ലേ, അള്ളാഹ് സഹായിച്ചു. ഒരാൾ പറഞ്ഞു, അള്ളാഹ് എനിക്ക് നിങ്ങൾക്കും പുറത്തു തരുമാറാകട്ടെ, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് തെറ്റിദ്ധരിച്ചു. മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ആരാണെന്ന് തെറ്റിദ്ധരിച്ചു? ഒരു പാർട്ടിയുടെ നേതാവിനെ പോലെയാണെന്ന് തെറ്റിദ്ധരിച്ചു. നമ്മൾ ആ പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേതാവ് നമ്മളെ സംരക്ഷിച്ചോളൂ. ഇല്ല, ഒരിക്കലും അങ്ങനെയില്ല സഹോദരന്മാരെ. ആദമിന്റെ മക്കൾ മുഴുവൻ അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാന്യരാണ്, ആദമിന്റെ മക്കളൊന്നുള്ള നിലയിൽ ഒരു സംശയവുമില്ല. മജൂസിയാകട്ടെ, യഹൂദിയാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് പേരിൽ അറിയപ്പെടട്ടെ, ആദമിന്റെ മകനാണോ, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ബഹുമാന്യനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാന്യനാണ്. ഇനി അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകത ആർക്ക്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നല്ലപോലെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നാം നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നുമാണ്, ഒരു സ്ത്രീയിൽ നിന്നുമാണ്. അതിൽ നിങ്ങൾക്കൊരു വ്യത്യാസവും പറയാനില്ല. ഒരൊറ്റ സ്ത്രീ, ഒരൊറ്റ പുരുഷൻ. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ പല ഗോത്രക്കാരായി, പല കുടുംബക്കാരായി, പല പ്രദേശക്കാരായി നിങ്ങൾക്ക് നാമങ്ങൾ നൽകിയത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ, തമ്മിൽ കണ്ടു, യാത്രയിൽ ബസ്സിൽ അടുത്തിരിക്കുന്ന ആളാണ്, ആദ്യം സാധാരണ നിലയിൽ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ എവിടെയാണ്, താങ്കളുടെ നാട് എവിടെയാണ്, താങ്കളുടെ പ്രദേശം എവിടെയാണ്? ഇപ്പൊ ഒന്നും പറയാനില്ല എന്ന് വെച്ചോ, എല്ലാവർക്കും കൂടെ ഒരു നാട്, എന്തോ പറയും, ഞാൻ ഇവിടെ തന്നെ. എവിടെ? ഭൂമിയിൽ എവിടെ? ഈ ലോകത്ത്, പ്രപഞ്ചത്തില് എവിടെ? ആകാശത്തിന് കീഴ, പിന്നെ ഭൂമിയുടെ മുകളില്, വേറൊന്നും പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് വജഅൽനാകും ശുഊബൻ, നിങ്ങളെ ഞാൻ പല വിഭാഗങ്ങളാക്കി, വഖബായിൽ, പല ഗോത്രങ്ങളാക്കി, ലിതആറഫു, പറയും
പറയുമ്പോൾ പരസ്പരം ഒരു ഇൻട്രൊഡക്ഷൻ എളുപ്പമാകാൻ വേണ്ടി, പരിചയപ്പെടൽ എളുപ്പമാകാൻ വേണ്ടി. ട്രെയിനിൽ അടുത്തിരുന്ന ആളിനോട് താങ്കൾ എവിടെയാണ്? ഞാൻ കോട്ടയത്താ. കോട്ടയത്ത് ടൗണിൽ തന്നെയാണോ? അല്ല, അതിന് കുറച്ചപ്പുറം. എവിടെയാ? പാമ്പാടിയിൽ. ഓ, കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കോ? അതെ അതെ, കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക്. ലിതആറഫു. ഇത് വെറും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാ കേട്ടോ. താങ്കൾ എവിടെയാ? ഞാൻ അമേരിക്കയിലാ. അമേരിക്കയിൽ എവിടെയാ? ലോസ് ഏഞ്ചലസിലാ. എന്തിനാ? പരിചയപ്പെടാൻ വേണ്ടി മാത്രം. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മഹത്വമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കൾ. അല്ലാഹു പറയാ, ഇന്നാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്കാർക്കും വേറെ ഒരു പ്രത്യേകതയും പറയാനില്ല. മിൻ ദക്കറിൻ, ഒരൊറ്റ പുരുഷനിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. ഉംസ, ഒരു സ്ത്രീ, ഒരു ഉമ്മ, ഒരു വാപ്പ, ഒരൊറ്റ സൃഷ്ടാവ്. സൃഷ്ടാവ് അല്ലാഹ്. വാപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഉമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരുടെ സൃഷ്ടാവ്? അല്ലാഹ് ആരുടെ സൃഷ്ടാവ്? മുഴുവൻ മനുഷ്യരുടെ സൃഷ്ടാവ്. മുഴുവൻ ഭാരതീയരുടെ സൃഷ്ടാവ്, മുഴുവൻ കേരളീയരുടെ സൃഷ്ടാവ്, മുഴുവൻ ലോകത്തിലുള്ള മനുഷ്യരുടെ സൃഷ്ടാവ് ഒരൊറ്റ അല്ലാഹ്. പിന്നെ മുഴുവൻ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെ വാപ്പ, ഒരൊറ്റ വാപ്പ. മുഴുവൻ മനുഷ്യരാശിയുടെ ഉമ്മ, ഒരൊറ്റ ഉമ്മ. അല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകതകളൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നുമില്ല. ഞാൻ അറബി, എനിക്ക് പ്രത്യേകത, അങ്ങനെയില്ല. ഞാൻ അമേരിക്കക്കാരൻ, എനിക്ക് പ്രത്യേകത, അങ്ങനെയില്ല. ഞാൻ മലയാളി, എനിക്ക് പ്രത്യേകത, അങ്ങനെയില്ല. ഞാൻ ആഫ്രിക്കക്കാരൻ, എനിക്ക് പ്രത്യേകത, അങ്ങനെയില്ല. പിന്നെ ഇതെന്തിനാ? ലിതആറഫു. ഇത് വെറും പരസ്പരം പരിചയപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പരസ്പരം പരിചയപ്പെടാൻ, അറിയപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടി. ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരസ്പരം അറിയപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി മാത്രം നിങ്ങളെ പല ഗോത്രങ്ങളിൽ, പല പ്രദേശങ്ങളിലായി സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഓരോ പ്രദേശത്തിന്റെ അഡ്രസ്സ് നൽകി, ഓരോ നാടിന്റെ അഡ്രസ്സ് നൽകി. ഇത് നിങ്ങളുടെ ജീവിത സൗകര്യത്തിന് വേണ്ടിയാ. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ബഹുമാനത്തിനോ നിങ്ങളുടെ അന്തസ്സിനോ പദവിക്കോ ഒന്നും കാരണമായ കാര്യങ്ങളല്ല. ഒന്നുമില്ല. ലിതആറഫു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അക്രമക്കും, നിശ്ചയമായും നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാകും വലഖദ് കറംനാ ബനി ആദം. ഒരു തവണ പറഞ്ഞതാണ്. മുഴുവൻ ആദമിന്റെ മക്കൾക്ക് ഒരു ബഹുമാനമുണ്ട്. അതൊരു നിലവാരമാണ് ബഹുമാനത്തിന്റെ. ആ നിലവാരം മുഴുവൻ മനുഷ്യർക്കും അല്ലാഹ് കൽപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ മനുഷ്യർക്കും. ഒരു അറബിക്കും അറബി അല്ലാത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. ഒരു അറബി അല്ലാത്തവനും അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു പ്രത്യേകതയുമില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു വാപ്പ. അതുകൊണ്ട് എന്റെ വാപ്പ മറ്റേത് എന്ന് പറയാൻ ആർക്കും ഒന്നുമില്ല. എന്റെ വാപ്പ ഇന്ന ആള് എന്ന് പറയാൻ ആർക്കും ഒന്നുമില്ല. കാരണം എല്ലാവരുടെയും വാപ്പ ഒരു സുന്ദരനായ കോമളനായ ഒരു മനുഷ്യന്, സൗന്ദര്യം കുറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടേച്ചു, ഇവൻ ആരുടെ മോനപ്പ എന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം ഇവൻ ആരുടെ മോനോ അവന്റെ മോൻ തന്നെയാണ് അവന്. വ്യത്യാസമൊന്നുമില്ല. അല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യനെ പുച്ഛിക്കാൻ പറ്റൂല. മനുഷ്യനെ നിന്ദനാക്കാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അതിന് അനുവാദമില്ല. പിന്നെ ബഹുമാനം നൽകുന്നവൻ, ബഹുമാനം തീരുമാനിക്കുന്നവൻ, അന്തസ്സ് നൽകുന്നവൻ, ഇസ്സത്ത് നൽകുന്നവൻ അവൻ അല്ലാഹ് മാത്രമാണ്. മനുഷ്യനെ പുച്ഛിക്കുകയില്ല. മനുഷ്യനെ നിന്ദപ്പെടുത്തുകയില്ല. മനുഷ്യനെ പരസ്പരം ബഹുമാനിക്കും. കാരണം മനുഷ്യ സാഹോദര്യമുണ്ട് നമുക്ക്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർ സഹോദരങ്ങളാണ്. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വാപ്പ ഒന്ന്, ഉമ്മ ഒന്ന്, സൃഷ്ടാവൊന്ന്. പ്രത്യേകതകളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നാടും പ്രദേശവും അത് വെറും പരസ്പരം പരിചയപ്പെടാനും അറിയപ്പെടാനും വേണ്ടിയുള്ള സൗകര്യത്തിനുള്ളത്. എന്നാൽ നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ ആരാണെന്ന് അറിയാമോ? ബഹുമാനത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം എന്ന് മാത്രമല്ല, യഥാർത്ഥ ബഹുമാനം. മനുഷ്യരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഇക്റാം,
ആദമിന്റെ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ബഹുമാനം മറ്റെല്ലാ സൃഷ്ടികളെക്കാളും എത്ര ഉയർന്നതാണോ ആ ഉയർന്ന ബഹുമാനത്തിൽ കാലാകാലത്തേക്ക് ഈ ബഹുമാനത്തിനെ നിലനിർത്തുവാൻ അർഹരായ മനുഷ്യർ അവരാരാണെന്ന് അറിയാമോ? അല്ലാഹു തആല ചോദിക്കുക. അല്ലാഹ് പറയുകയാണ്, യഥാർത്ഥ ബഹുമാനം നേടിയെടുത്തവരാരാണെന്ന് അറിയാമോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളവനാണ്. നിങ്ങളുടെ സമ്പത്തല്ല നിങ്ങളുടെ ബഹുമാനത്തിന്റെ റാങ്ക്, നിങ്ങളുടെ സൗന്ദര്യമല്ല നിങ്ങളുടെ ബഹുമാനത്തിന്റെ റാങ്ക്, നിങ്ങളുടെ പദവി, ദുനിയാവിലുള്ള പദവികളല്ല നിങ്ങളുടെ ബഹുമാനത്തിന്റെ റാങ്ക്. IPS, IAS, B.Ed, BSc, MSc, MBBS, FRCS, MRCP, ബാക്കവി, ദേവബന്ദി, കൗസരി, ഇതൊന്നുമല്ല നിങ്ങളുടെ ബഹുമാനത്തിന്റെ അടയാളം. ദീനിയായ ദുനിയവിയായ ഏത് പദവിയായിരുന്നാലും കൊള്ളാം, ഇതെല്ലാം വെറും നാമങ്ങളാണ് ദുനിയാവിൽ. പിന്നെ നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ ആരാണെന്ന് അറിയാമോ? നിങ്ങളിൽ ബഹുമാന്യൻ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വ ഉള്ളവൻ. തഖ്വ ഉള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടവൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളവനാണ്. അല്ലാഹ് എന്നെ നിങ്ങളെ തഖ്വ ഉള്ളവരായി അംഗീകരിക്കുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈമാനും തഖ്വയും. അലാ, നിശ്ചയമായും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളീൻ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹിതന്മാർ. സഹോദരന്മാരെ, അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി, വേണമെങ്കിൽ ഈ ആദമിന്റെ മകൻ എന്നുള്ള ഈ സ്ഥാനവും പദവിയും ഉപയോഗിച്ച് അവൻ അള്ളാഹുവിന്റെ സ്നേഹിതനായി മാറാം. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇല്ല, അവൻ ആ വഴിയെ തെരഞ്ഞെടുത്തില്ല എങ്കിൽ പിന്നെ അവൻ ശൈത്താന്റെ സ്നേഹിതനായി പോകും. ഔലിയാ ശൈത്താൻ, ശൈത്താന്റെ സ്നേഹിതന്മാർ. അല്ലാഹ് എന്നെ നിങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ആരാ അള്ളാന്റെ ഔലിയാക്കൾ? അല്ലാഹ് എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാന്റെ വലി ആകാനല്ലാതെ വേറെ ആരുടെയും വലിയാകാൻ ചാൻസ് ഇല്ല സഹോദരന്മാരെ. അഥവാ അള്ളാഹുവിന്റെ സ്നേഹിതനായില്ല എങ്കിൽ തനിയെ നമ്മൾ ആരുടെ സ്നേഹിതനായി പോവും? ആരുടെ സ്നേഹിതനാവും? ഒന്നുകിൽ അള്ളാഹുവിന്റെ സ്നേഹിതൻ, അല്ലെങ്കിൽ പിന്നെ ആരുടെ സ്നേഹിതൻ? ശൈത്താന്റെ സ്നേഹിതൻ. രണ്ടേ ഉള്ളൂ, മൂന്നാമത്തെ ഒന്നില്ല. മൂന്നാമതൊരു ഗ്രൂപ്പ് ഇല്ല. ഒന്നി ഔലിയാ അല്ലാഹ്, അല്ലെങ്കിൽ ഔലിയാ ശൈത്താൻ. ആരാണ് അള്ളാഹിന്റെ ഔലിയാക്കൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ രണ്ട് വിശേഷണങ്ങളാണ് അവർക്ക് പറഞ്ഞത്. രണ്ട് വിശേഷണങ്ങൾ. ആ രണ്ട് വിശേഷണങ്ങൾ ആരിലുണ്ടോ അവർ അള്ളാഹുവിന്റെ സ്നേഹിതന്മാരാണ്. അത് രണ്ടും ഇല്ലാത്തവർ ആരാണ്? അല്ലാഹ് എന്നെ നിങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ സ്നേഹിതന്മാരാകും? ശൈത്താന്റെ സ്നേഹിതന്മാർ. പടച്ചവൻ എന്നെ നിങ്ങളെ കാത്തുമാറാകട്ടെ. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. രണ്ട് വിശേഷണങ്ങൾ. ഒന്ന് ഈമാൻ, പിന്നൊന്ന് തഖ്വ. ഈമാൻ ഉള്ളവർ അള്ളാഹുവിന്റെ സ്നേഹിതന്മാർ, തഖ്വ ഉള്ളവർ അള്ളാഹുവിന്റെ സ്നേഹിതന്മാർ. സഹോദരന്മാരെ, വളരെ കുറഞ്ഞ നിമിഷങ്ങൾ ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ അല്ലാഹ് എനിക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ജീവിതത്തിന്റെ ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അല്ലാഹ് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുറഞ്ഞ സമയം, ഒരു 6-7 മിനിറ്റ് ഒന്ന് പരിപൂർണമായി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് വേണ്ടി വാച്ച് ഞാൻ നോക്കുന്നുണ്ട് കൂടെ കൂടെ, അതുകൊണ്ട് പേടിക്കണ്ട. സമയത്ത് ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് പിരിച്ചുവിടും. എല്ലാവർക്കും ചായ കുടിക്കാൻ, ചായയുടെ കൂടെ കടി തിന്നാൻ, സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ലോഹ്യ വർത്തമാനം പറയാൻ, ഒന്ന് കൈയും കാലും അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ, വിസർജന ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ, വുദു എടുക്കാൻ, എല്ലാത്തിനും അവർ മുമ്പ് ഇൻഷാ അല്ലാഹ് സമയം നൽകപ്പെടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് ശ്രദ്ധിക്കുമോ? അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈമാൻ, തഖ്വ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ഈമാനും തഖ്വയും രണ്ട് സാധനങ്ങളാണ്. ഇത് രണ്ടും മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വിശേഷണങ്ങളാണ്. ഇത് രണ്ടും പുറത്ത് കാണപ്പെടുകയില്ല. ഇത് രണ്ടും ഉള്ളിലെ വിശേഷണങ്ങളാണ്. അത്തഖ്വ ഹാഹുന,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, ഉള്ളിൽ. തഖ്വ ഉള്ളിൽ. സാധാരണ ഈ രണ്ട് ഗുണങ്ങൾ ഒരു മനുഷ്യനിലോ ഒരു സമൂഹത്തിലോ ഒരു നാട്ടിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വാഗ്ദാനങ്ങളുണ്ട്. ഇത് രണ്ടും ഉണ്ടായില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് താക്കീതുകളുണ്ട്. ഈമാനും തഖ്വായും ഉണ്ടായാൽ ആരുടെ സ്നേഹിതനായി? അള്ളാന്റെ സ്നേഹിതനായി, അള്ളാന്റെ വലിയായി. ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ, തഖ്വ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകടമായി കാണുന്ന അടയാളങ്ങൾ മാത്രമേ ഈ ഗുണങ്ങൾ കൊള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും തഖ്വായും ഉണ്ടെങ്കിൽ അവന്റെ നേരെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വാഗ്ദാനങ്ങളുണ്ട്, ധാരാളം വാഗ്ദാനങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഇന്ന് നമുക്കിപ്പോ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയാം. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖിനെ പെരുമാറാകട്ടെ. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാവാതി വൽ അർദ്. സമാഇ വൽ അർദ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞു, അഥവാ നിങ്ങൾ ഈമാൻ ഉള്ളവരായാൽ, ഒരു നാട്ടുകാർ, ഒരു പ്രദേശക്കാർ, അല്ലാഹു തആല പറയാണ്, അഥവാ അവർ ഈമാൻ ഉള്ളവരായി, വത്തഖൗ തഖ്വ ഉള്ളവരായി ജീവിതത്തിൽ, അല്ലാഹു തആല പറയാം, നാം അവരുടെ മേൽ അങ്ങോട്ട് തുറന്നിടും, ബർക്കാത്തുകളെ തുറക്കും. എന്തിനെ തുറക്കും? ബർക്കാത്തുകളെ തുറക്കും. ആകാശങ്ങളിൽ നിന്നും തുറക്കും, ഭൂമിയിൽ നിന്നും തുറക്കും. ഈമാനും തഖ്വായും ഒരു നാട്ടുകാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല പറയാണ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യങ്ങളായിരിക്കും. ഐശ്വര്യങ്ങൾ കുടുംബത്തിൽ, സമ്പാദ്യത്തിൽ, ജീവിതത്തിൽ, സന്തോഷത്തിൽ, ദുഃഖത്തിന്റെ ദിവസത്തിൽ. കാരണം സന്തോഷവും ദുഃഖവും ദുനിയാവിൽ വന്നുകൊണ്ടിരിക്കും. എന്തെല്ലാം അവരുടെ മേൽ ദുനിയാവിൽ സംഭവിച്ചാലും ശരി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ബർക്കാത്തുകൾ തുറക്കപ്പെടും അവരുടെ മേൽ. ആകാശങ്ങളിൽ നിന്നും ബർക്കത്തുകൾ, ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ. അള്ളാഹ് എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിൽ ദുഃഖമോ വിഷമമോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാ മനുഷ്യർക്കും ദുഃഖങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും വിഷമങ്ങളുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈമാനും തഖ്വായും ഉള്ളവർക്ക് ആ ദുഃഖവും ആ വിഷമവും ഒന്നും അവരുടെ ജീവിതത്തിനെ ബാധിക്കാത്ത നിലയിലുള്ള ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നൽകി അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഈമാനും തഖ്വായും ഇല്ലാതെ ആരെങ്കിലും ജീവിച്ചാൽ, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, നാം കൽപ്പിച്ച ജീവിത പദ്ധതി, അതായത് ദീൻ അനുസരിച്ച് ഉള്ള ജീവിതത്തിനെ ആരെങ്കിലും ഒഴിവാക്കിയാൽ, ഈമാനും തഖ്വയോടും കൂടി ദീൻ അനുസരിച്ച് ജീവിച്ചാൽ, ആകാശങ്ങളിൽ നിന്നും ബർക്കത്ത്, ഐശ്വര്യങ്ങൾ, ഭൂമിയിൽ നിന്നും ഐശ്വര്യങ്ങൾ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഥവാ ദീൻ ഇല്ല എങ്കിൽ, ദീനിനെ മറന്ന് അള്ളാഹ് ഏതൊരു ജീവിത രീതി അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞോ അതിനെ അങ്ങ് മറന്നേച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നത് എന്താണെന്നറിയാമോ? നാം അവരുടെ മേൽ തുറക്കും. ഫതഹ്നാ അലൈഹിം, നാം അവരുടെ മേൽ അങ്ങോട്ട് തുറന്നു. എന്റെ കൽപ്പനകളെ പരിപൂർണമായി മറന്ന് ജീവിച്ചപ്പോൾ, ദീനിനെ മറന്ന് ജീവിച്ചപ്പോൾ, ദീനിനെ വിസ്മരിച്ച് ജീവിച്ചപ്പോൾ, ഈമാനും തഖ്വയോടുകൂടി ജീവിച്ചപ്പോൾ എന്ത് തുറക്കുമെന്നാ പറഞ്ഞത്? എന്ത് തുറക്കുമെന്ന് പറഞ്ഞു? ബർക്കത്തുകൾ തുറക്കുമെന്ന് പറഞ്ഞു. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും. ഇവിടെ ദീനനുസരിച്ച് ഉള്ള ജീവിതത്തിനെ ഒഴിവാക്കിയാൽ അവസ്ഥ അല്ലാഹു തആല പറയാണ്, എപ്പോഴെല്ലാം ജനങ്ങൾ എന്റെ ദീനിനെ വിസ്തരിച്ചുകൊണ്ട് ജീവിച്ചോ അപ്പോഴും നാം അവരുടെ മേൽ തുറന്നു. അല്ലാഹു പറയാണ്, ഫതഹ്നാ അലൈഹിം, നാം അവരുടെ മേൽ തുറന്നു. അബ്വാബ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും വാതിലുകളെ തുറന്നു കൊടുത്തു. വസ്തുക്കളുടെ ആധിക്യം. എന്തിന്റെ ആധിക്യം? പുതിയ പുതിയ കാറുകൾ, പുതിയ പുതിയ വസ്ത്രങ്ങൾ, ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ, ധാരാളം പല പുതിയ തരത്തിലുള്ള കുളിമുറികൾ, പുതിയ തരത്തിലുള്ള കിടപ്പുമുറികൾ, പുതിയ തരത്തിലുള്ള ഭവനങ്ങൾ, പുതിയ തരത്തിലുള്ള വാച്ചുകൾ, പുതിയ തരത്തിലുള്ള കണ്ണടകൾ. അബ്വാബ കുല്ലി ഷൈ, വസ്തുക്കളുടെ ആധിക്യം, വസ്തുക്കളുടെ വർധനവ്. അവിടെ പറഞ്ഞു
എന്തിനെ തുറക്കുമെന്ന്? അവിടെ വസ്തുക്കളുടെ പേര് പറഞ്ഞില്ല. അവിടെ പറഞ്ഞു ബർക്കത്തുകൾ തുറന്നങ്ങോട്ട് വിടും. ബർക്കാത്തിൻ മിനസ് സമാ, ആകാശങ്ങളിൽ നിന്നും ബർക്കത്തുകൾ, ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ. എന്ത് കിട്ടിയാലും അതിൽ ഐശ്വര്യം, എന്ത് കിട്ടിയാലും അതിൽ ബർക്കത്ത്, എന്ത് കിട്ടിയാലും അതിൽ റാഹത്ത്. നിന്ദതയില്ലാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമ്മാനമായി ഈ ദുനിയാവിലെ ഐശ്വര്യങ്ങളുടെ വാതിലുകൾ അള്ളാഹ് ആകാശത്തു നിന്നും തുറക്കും, ഭൂമിയിൽ നിന്നും തുറക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായ തെറ്റിദ്ധാരണയാണ് വസ്തുക്കളുടെ വർധനവ് ബർക്കത്തിന്റെ വർധനവാണെന്ന്. അല്ല, വസ്തുക്കളുടെ ആധിക്യം അള്ളാഹുവിന്റെ താക്കീതിന്റെ അടയാളമാണ്. അള്ളാഹ് എന്നെ നിങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദീനില്ലായ്മയോടുകൂടി ആരുടെയെങ്കിലും വസ്തുക്കൾ വർദ്ധിക്കുന്നെങ്കിൽ അത് ഫിറഔന് വർദ്ധിച്ചതുപോലെ, അത് ഖാറൂന് വർദ്ധിച്ചതുപോലെ, അത് ഹാമാന് വർദ്ധിച്ചതുപോലെ, അത് ഷദ്ദാദിന് വർദ്ധിച്ചതുപോലെ, ദീനോടുകൂടി ആരുടെയെങ്കിലും ദുനിയാവിൽ വിശാലത ഉണ്ടാകുന്നെങ്കിൽ അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയതുപോലെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയതുപോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് കിട്ടിയതുപോലെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെയും നാളെ ആഖിറത്തിലെ ജീവിതത്തിലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ഇസ്സത്തും നമ്മൾക്ക് ബഹുമാനവും അള്ളാഹുവിന്റെ മഅയ്യത്തും അവന്റെ സഹായവും കിട്ടണമെങ്കിൽ അതിനൊരൊറ്റ കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത്. അതെന്താണ്? നമ്മൾ എന്തനുസരിച്ച് ജീവിക്കണം? ദീനനുസരിച്ച് ജീവിക്കണം. ആ ദീനിന്റെ രത്ന ചുരുക്കമാണ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈമാനും തഖ്വയും. ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്ന ദീനിന്റെ ദഅവത്തിന്റെ തബ്ലീഗിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ദഅവത്തിന്റെ പരിശ്രമത്തിലൂടെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമുകളോട് പറയപ്പെടുന്ന ഈ ഒരു ഒറ്റ യാഥാർത്ഥ്യമാണ്: നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ യഥാർത്ഥ ഈമാനാക്കിക്കൊള്ളുക. ഈമാനിനെ വർദ്ധിപ്പിക്കുവിൻ. ഈമാൻ ഉണ്ട് പക്ഷേ പോരാ. ഈമാൻ ഉണ്ട് പക്ഷേ പോരാ. ഏതൊരു ഉദ്ദേശം ഈ ഈമാൻ കൊണ്ട് നമ്മൾക്ക് കരസ്ഥമാകണമോ അത് കിട്ടാൻ ആവശ്യമായ ഈമാൻ, ആ നിലവാരത്തിലുള്ള ഈമാൻ നമ്മളെടുക്കലില്ല. ഈമാൻ ഉണ്ട് പക്ഷെ ഈമാനിൽ പോരായ്മയുണ്ട്. എത്ര ഈമാൻ വേണം? അള്ളാന്റെ സഹായം നമ്മുടെ മേൽ ഉറപ്പാകണം. അത്രയും ഈമാൻ വേണം. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് ലോകത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ ഉമ്മത്തിന്റെ മേൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ മേൽ അള്ളാഹ് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ ഉമ്മത്തിൽ വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവരുടെ സ്വന്തം ശരീരവും ധനവും അർപ്പണം ചെയ്ത് ദീനിനു വേണ്ടി ദീനിന്റെ പരിശ്രമം ചെയ്തിരുന്നത് പോലെ ലോകത്തിന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പരിശ്രമത്തിനെ ആമാക്കി. ആരോടും വിദ്വേഷമില്ല, ആരോടും വിരോധമില്ല. സഹാബാക്കളുടെ മാതൃക. ആരോടും വിരോധമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പിണക്കമില്ല, ആരെയും ശത്രുക്കളായി കാണുന്നില്ല. ലോകത്ത് നമുക്ക് ശത്രുക്കൾ ആരുമില്ല. നമുക്ക് 2 ശത്രുക്കളാണ്. 2 ശത്രുക്കൾ. ആരൊക്കെയാ നമ്മളെ ശത്രുക്കള്? ഒന്ന് നമ്മളുടെ നഫ്സ്. നിന്റെ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു നിന്റെ 2 തോളിന്റെ നടുക്ക് തന്നെയുണ്ട്. ഒന്ന് നമ്മളുടെ നഫ്സ്, നമ്മളുടെ ദേഹേച്ഛകൾ, നമ്മളുടെ തോന്നിവാസത്തിന്റെ ആഗ്രഹങ്ങൾ. അതാണ് നഫ്സ്. രണ്ടാമത്തെ ശത്രു ആരാ? ശൈത്താൻ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിശ്ചയമായും വ്യക്തമായ ഉറപ്പായ നിങ്ങളുടെ ശത്രുവാണ്. വേറെ ലോകത്ത് ആരെങ്കിലും മനുഷ്യരിൽ നിന്നും തെറ്റിദ്ധാരണ കാരണം നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നു എങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ശത്രുത അഥവാ കാണിക്കുന്നെങ്കിൽ, അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആരെങ്കിലും നിങ്ങളോട് ശത്രുത കാണിക്കുന്നുവെങ്കിൽ അതിന് പകരം വീട്ടാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൽപ്പനയുണ്ട് വ്യക്തമായി. നിങ്ങൾ ആ രീതിയിൽ തന്നെ പകരം വീട്ടണം. അള്ളാഹു തആല പറയുകയാണ്. എന്താണെന്നറിയാമോ? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നബിയെ തങ്ങളുടെ ഉമ്മത്തിനോട് പറയും, ഒരു കാരണവശാലും ആര് തങ്ങളോട് ശത്രുത കാണിച്ചാലും ശരി, തിന്മയ്ക്ക് പകരം നന്മ കൊണ്ടല്ലാതെ തിന്മ കൊണ്ട് പകരം വീട്ടരുത്.
അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവരോട് നിങ്ങൾക്ക് കാണിക്കേണ്ട മര്യാദയുണ്ട്. അത് ദീനിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. സിൽമൻ ഖതാസ്, നിങ്ങളോടുള്ള ബന്ധം ആരെങ്കിലും മുറിച്ചു കളയാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരോട് ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. പിണങ്ങുന്നവരോട് പിണങ്ങല്ലേ, പിണങ്ങുന്നവരോട് എന്ത് ചെയ്തോ പിണങ്ങുന്നവരോട് പിണങ്ങരുത്. പിന്നെ പിണങ്ങുന്നവരോട് ഇണങ്ങിക്കോ. സിൽമൻ ഖതാസ്. വഅഫു അമ്മൻ ളലമക്, നിങ്ങളുടെ മേൽ ആരെങ്കിലും അക്രമം അഴിച്ചു വിട്ടാൽ, നിങ്ങളുടെ മേൽ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ പകരം നിങ്ങൾ അക്രമം ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഒരു കാര്യം ഹക്കാണ്, ഞാൻ മദ്ലൂമാകും, ഒരിക്കലും ലാലിമാകുകയില്ല. ഞാൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഞാൻ ഒരിക്കലും ആരുടെമേലും അക്രമം പ്രവർത്തിക്കുകയില്ല. എന്റെ ഉമ്മത്തും അതുപോലെ തന്നെയാണ്. എന്റെ ഉമ്മത്ത് ആക്രമിക്കപ്പെടും, പക്ഷെ ഒരിക്കലും എന്റെ ഉമ്മത്തിൽ ആരും അക്രമം പ്രവർത്തിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പാണ്, തങ്ങളുടെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്. വഅഫു അമ്മൻ ളലമക്, അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ മേൽ അക്രമം ചെയ്താൽ മാപ്പ് ചെയ്ത് കൊടുക്കുക. ആതി മൻ ഹറമക്, നിങ്ങൾക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ആരെങ്കിലും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക്. കുറച്ചും കൂടെ വേണമെങ്കിൽ കൂടുതൽ കൊടുത്തോ. നിങ്ങൾ പിടിച്ചു പറിക്കാൻ നോക്കണ്ട. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ നോക്കുന്നുണ്ടോ, കുറച്ച് കൂടുതൽ കൊടുത്തേക്ക്. നിങ്ങൾ അവന് കൊടുത്തേക്ക്, അള്ളാഹ് നിങ്ങൾക്ക് തരും. വഅഹ്സിൻ ഇലാ മൻ അസാഅ ഇലൈക്, നിങ്ങളുടെ മേൽ ആരെങ്കിലും സ്ഥിരമായി ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, പകരം നിങ്ങൾ എന്ത് ചെയ്യും? ഉപദ്രവത്തിന് പകരം എന്ത് ചെയ്യും? ഉപകാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഈ തീരുമാനം അല്ലാതെ വേറെ ഒന്നും നടപ്പിലാകുകയില്ല സഹോദരന്മാരെ. അല്ലാഹ് തീരുമാനിക്കുന്നത് ഒന്ന്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒന്ന്, അങ്ങനെ നടക്കുകയില്ല. അള്ളാന്റെ തീരുമാനം എന്തോ അതേ നടപ്പിലാകുകയുള്ളൂ. എന്താ ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ? അള്ളാഹ് എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അഥവാ തിന്മയ്ക്ക് പകരം നന്മ കൊണ്ട് പ്രതികരിച്ചാൽ, ഉപദ്രവത്തിന് പകരം ഉപകാരം കൊണ്ട് നിങ്ങൾ പ്രതികരിച്ചാൽ, അക്രമത്തിന് പകരം മാപ്പ് കൊണ്ട് നിങ്ങൾ പ്രതികരിച്ചാൽ, നിങ്ങളിൽ നിന്നും അപഹരിച്ചെടുക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, തിന്മയ്ക്ക് പകരം നന്മ ഇത് നിങ്ങൾ ആക്കി തീർത്താൽ, നിങ്ങളുടെ മുദ്രാവാക്യം ഇതാക്കി തീർത്താൽ, ഇതല്ലദീ ബൈനക വബൈനഹു അദാവ, ഇന്ന് ആർക്ക് നിങ്ങളോട് ശത്രുതയുണ്ടോ, കഅന്നഹു വലിയ്യുൻ ഹമീം, അല്ലാഹ് അവന്റെ മനസ്സിനെ മാറ്റി നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമാക്കി തരും. ഉമർ ഇബ്നു ഖത്താബിനെ മാറ്റിയതുപോലെ, ഖാലിദ് ഇബ്നു വലീദിനെ മാറ്റിയതുപോലെ, അബൂ സുഫിയാനെ മാറ്റിയതുപോലെ, ഇക്രിമ ബിൻ അബൂ ജഹലിനെ മാറ്റിയതുപോലെ, വഹ്ശിയെ മാറ്റിയതുപോലെ, ഹിന്ദിനെ മാറ്റിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലത്തേക്ക് ഹൃദയത്തിൽ തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ശത്രുത വെച്ച് പുലർത്തുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും വിട്ടുകൊടുക്കും. അവർ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവരായി മാറും, നിങ്ങളുടെ ഏറ്റവും ഉറ്റമിത്രങ്ങളായി മാറും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കും. അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാവുന്ന തൗഫീഖിനെ തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ പരിശ്രമിച്ച് ലോകത്തിലുള്ള മുഴുവൻ മുസൽമാനെയും, ചങ്ങനാശ്ശേരിയിലെയും കോട്ടയം ജില്ലയിലെയും കേരള സംസ്ഥാനത്തിലെയും മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നമ്മൾക്കൊരു പരിശ്രമം ചെയ്യാനുണ്ട്. ഒറ്റക്കെട്ടായി ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കല്പവും തങ്ങളുടെ ചിന്താഗതിയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച സഹാബാക്കളെ പോലെ ജീവിക്കുന്നവരായി തീരണം. അതിനു വേണ്ടിയാണ് ഈ ദീനിന്റെ പരിശ്രമം. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ലോകം ദാഹിച്ച് വിശന്ന് കഴിയുകയാണ്. ഖുർആനിലെ ജീവിതം മനുഷ്യ ജീവിതങ്ങളിൽ കാണാൻ വേണ്ടി, നബിതങ്ങളുടെ മാതൃകകളായി ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസൽമാനെ ഒന്ന് കണ്ണു കുളിർക്കാൻ വേണ്ടി ലോകത്തിലെ മനുഷ്യരാക്കി ദാഹിച്ച് വിശന്ന് കഴിയുകയാണ്. നമ്മൾക്ക് അല്ലാഹു ഒരു സന്ദർഭം നൽകിയിരിക്കുകയാണ്. അല്ലാഹു തആല ദീനിന്റെ ദഅവത്തിനെ ലോകത്ത് മുഴുവൻ ആമാക്കി ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വീണ്ടും ഒരു സന്ദർഭം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരവും ധനവും അർപ്പണം ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുകയും, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളായ മഹാന്മാർക്ക് നൽകിയ അതേ അംഗീകാരവും അതേ ഇസ്സത്തും അതേ പദവിയും അതേ റാഹത്തും അതേ അംഗീകാരവും നിങ്ങൾക്കും ഇന്നും ദുനിയാവിൽ നൽകി അനുഗ്രഹിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു തുറന്നിട്ടിരിക്കുക. അതുകൊണ്ട് എന്താ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കാം. അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ സമ്മേളനം നാളെ ഇശാ വരെ ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നു, ആരും എഴുന്നേക്കല്ലേ സദസ്സിൽ. ഇശാ വരെ ഉണ്ടാവും. ഇന്ന് മഗ്‌രിബിന് ശേഷം വളരെ പ്രധാനപ്പെട്ട സദസ്സുണ്ടാവും. ദീനിന്റെ പരിശ്രമം നമുക്ക് സ്വന്തം ചെയ്യാനുള്ളതാണ്, മുഴുവൻ മുസ്ലിമീങ്ങളെ കൊണ്ട് ചെയ്യിക്കാനുള്ളതാണ്.
ഈ പരിശ്രമത്തിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മുഅ്മിനീങ്ങളായി മാറും. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് സ്വീകാര്യത കിട്ടും. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഈ ദുനിയാവിലും അള്ളാഹു തആല നമ്മളുടെ മേൽ പൂർത്തിയാക്കും, നാളെ ആഖിറത്തിലും പൂർത്തിയാക്കും. നമ്മൾ ഇന്ന് മുസ്ലിമീങ്ങളുടെ പേരുള്ളവരാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമുള്ള മുഅ്മിനീങ്ങളായി നമ്മൾ മാറണം, യഥാർത്ഥ മുത്തഖീങ്ങളായി മാറണം, അള്ളാഹിന്റെ ഔലിയാക്കളായി മാറണം. അള്ളാഹ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നിയ്യത്ത് വെക്കാം. സന്മാരെ, ആ ജീവിതം വെറും 4 മാസത്തെ ജീവിതമല്ല, 40 ദിവസത്തെ ജീവിതമല്ല, അത് നമ്മുടെ മുഴുവൻ മരണം വരെയുള്ള ജീവിതമാണ്. അതുകൊണ്ട് മരണം വരെയുള്ള ജീവിതത്തിനെ പറ്റി ഒരു തീരുമാനമെടുക്കി. നമ്മൾക്ക് ലോകത്ത് മുഴുവൻ മനുഷ്യരാശിയുടെ ഹിദായത്തിന് കാരണക്കാരായി സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കണം. എന്താ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആ ജീവിതം എന്നിലും നിങ്ങളിലും മുഴുവൻ ഉമ്മത്തെ, മുസ്ലിമായാലും മുഴുവൻ ഉമ്മത്തിലും ഉണ്ടായിത്തീരാനുള്ള പരിശ്രമം പഠിക്കാനും പരിശീലിക്കാനും, ഒരിക്കൽ പഠിച്ചവർ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് പരിശീലിപ്പിക്കാനുമുള്ള സന്ദർഭമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ 4 മാസത്തെ 40 ദിവസത്തെ യാത്രകൾ. അത് വെറും താൽക്കാലികമായ ഇടവേളകളാണ്. ആ യാത്രയിൽ പരിശീലിക്കുന്നത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. ദുനിയാവ് നേടാൻ വേണ്ടിയുള്ള ജീവിതമല്ല ഇത്. തൽക്കാലത്തേക്കുള്ള സ്ഥലമാണ് ഇത്, സന്ദർഭമാണ്. യഥാർത്ഥ വിജയം ആഖിറത്തിലാണ്. എന്നാൽ ആഖിറത്തിൽ അല്ലാഹു തആല ആർക്ക് വിജയം നൽകുന്നോ അവൻ ഈ ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന നല്ല ജീവിതം എനിക്ക് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കിൻ. നാളെ വൈകുന്നേരം ദുആ ചെയ്ത് മറ്റന്നാൾ രാവിലെ പുറപ്പെടുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ജമാഅത്തുകളിൽ നമ്മൾ സ്വന്തവും പുറപ്പെടണം. ഇനിയും വരാനുള്ള സഹോദരങ്ങളും ഇപ്പോൾ വന്നവരെ എല്ലാവരെയും തമ്മിൽ പ്രോത്സാഹിപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നവരാക്കി തീർക്കണം. എന്താ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇപ്പൊ പറയും, നോക്കട്ടെ ആദ്യത്തെ സദസ്സിൽ ആരൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കുന്നത്. നാളെ ദുആ ചെയ്ത് മറ്റന്നാൾ രാവിലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ജമാഅത്തുകളിൽ 4 മാസത്തേക്ക് പുറപ്പെടാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നവരാരാണ്? അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കി കാണട്ടെ. അള്ളാഹ് കബൂൽ ചെയ്യുമാറാണ്. എഴുന്നേറ്റോളി. ആ 4 മാസങ്ങൾ. നാളെ ദുആ ചെയ്ത് മറ്റന്നാൾ രാവിലെ പുറപ്പെടുന്ന ജമാഅത്തുകൾ മാഷാ അല്ലാഹ്. അതാത് സ്ഥലങ്ങളിൽ തശ്കീലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നോളി. അടുത്തടുത്ത് ഇരിക്കുന്നവരോട് അവിടെ തന്നെ പേരുകൾ ചോദിച്ചോളി. എല്ലാവരുടെയും പേര് സ്റ്റേജിലേക്ക് വിളിച്ച് പറയണമെന്നില്ല. എഴുതിക്കോളി, അവരുടെയൊക്കെ പേര് എഴുതി. ഇനിയും പറയും സഹോദരന്മാരെ, ഹിമ്മത്തോടുകൂടി പറയും, ധൈര്യത്തോടുകൂടി പറയും. എഴുതിക്കോളി. അവിടെ എഴുതിക്കോളി. അള്ളാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ആരോഗ്യത്തിൽ, ഇവരുടെ സമ്പത്തിൽ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ഈമാനിൽ, ഇവരുടെ ദീനിൽ എല്ലാത്തിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറയും സഹോദരന്മാരെ, പറയും. 4 മാസം. പറയും. ഹിമ്മത്തോടുകൂടി പറയും. 40 ദിവസക്കാരൻ പറയും. എഴുന്നേക്കല്ലേ സഹോദരന്മാരെ, ഒരു 2 മിനിറ്റ് ഇരിക്കും. നിങ്ങൾ ഇരിക്കുന്നത് കാരണം നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ പേര് പറയും. ഇങ്ങനെ പറയും. ജമാഅത്തുകളും പറയും. എവിടുന്നാ ജമാഅത്ത്? എരുമേലി. എരുമേലിയിൽ നിന്നൊരു ജമാഅത്ത്. മാഷാ അല്ലാഹ്. അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും പറയും സഹോദരന്മാര്. 4 മാസക്കാർ പറയും, 40 ദിവസക്കാർ പറയും. അവിടെ പേര് എഴുതിക്കോളി. തശ്ശീലുകാരെ കാണുന്നില്ലല്ലോ, വളരെ കുറച്ചേ ഉള്ളല്ലോ. അവിടെ ഒക്കെ കാര്യം ആരുമില്ല പേര് എഴുതാൻ. ഹനീഫ ബാക്കിലുള്ളവരുടെ പേരുകൾ എഴുതി. ഈരാറ്റുപേട്ട എന്നുള്ള ജമാഅത്ത്. മാഷാ അല്ലാഹ്. അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. റാഷിദ് എരുമേലി. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ബയാനിൽ പങ്കുകൊള്ളി. ആവശ്യങ്ങൾ ഇപ്പൊ പൂർത്തിയാക്കിക്കോളി. അതിനുശേഷം ഇൻഷാ അല്ലാഹ് എല്ലാവരും പേര് എഴുതി. ഇൻഷാ അല്ലാഹ് എഴുതിക്കല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എല്ലാ സഹോദരന്മാരും ആവശ്യങ്ങൾ പൂർത്തിയാക്കി വുളൂ ചെയ്ത് പെട്ടെന്ന് എന്റെ പന്തലിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന്റെ ബാങ്ക് 6:30 നടക്കും. ബാങ്ക് വിളിച്ചുടൻ തന്നെ ഇൻഷാ അല്ലാഹ് പന്തലിൽ ജമാഅത്ത് നമസ്കാരം ആരംഭിക്കും. ഇപ്പോൾ എല്ലാ സഹോദരന്മാരും ആവശ്യങ്ങൾ പൂർത്തിയാക്കി വുളൂ ചെയ്ത് പെട്ടെന്ന് എന്റെ പന്തലിലേക്ക് വരും.